നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. വല്ലച്ചിറ ഭഗവാൻ ഭഗവതി ക്ഷേത്രത്തിൽ കുംഭഭരണി മഹോത്സവം ഭക്തി നിർഭരം. അതിവിപുലമായ ചടങ്ങുകളോടെയാണ് കുംഭഭരണി മഹോത്സവം ആഘോഷിച്ചത്. സമസ്ത മേഖലകളിലും ഹിന്ദുധർമ്മം പാലിക്കുന്ന യുവാക്കൾ വളർന്നു വരണമെന്ന് പാലാഴി രാമകൃഷ്ണാശ്രമം മഠാധിപതി ശാന്താനന്ദ സരസ്വതി സ്വാമികൾ. കാറളം ശ്രീ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവം ഭക്തി സാന്ദ്രമായി. ശ്രീ കുമരഞ്ചിറ ഭരണി ആഘോഷ കമ്മിറ്റി വിപുലമായ ചടങ്ങുകളാണ് സംഘടിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. വല്ലച്ചിറ ഭഗവാൻ ഭഗവതി ക്ഷേത്രത്തിൽ കുംഭഭരണി മഹോത്സവം ഭക്തി നിർഭരം. അതിവിപുലമായ ചടങ്ങുകളോടെയാണ് കുംഭഭരണി മഹോത്സവം ആഘോഷിച്ചത്. തിങ്കളാഴ്ച രാവിലെ നവകം, പഞ്ചഗവ്യം, കളഭാഭിഷേകം എന്നിവയ്ക്ക് ശേഷം ശ്രീഭൂതബലി നടന്നു. ഉച്ചയ്ക്ക് 12:30 ഭക്തരുടെ പാപദോഷ പരിഹാരത്തിനായുള്ള ഭഗവതിയുടെ ചരിത്രപ്രസിദ്ധമായ ചിറവലത്തിന് തുടക്കമായി. 3 ആനകളോടെയുള്ള എഴുന്നള്ളിപ്പിന് ദേശക്കാർ അണിനിരത്തിയ വർണ്ണ പീലിക്കാവടികൾ വർണ്ണാഭമായ അകമ്പടി തീർത്തു. വൈകിട്ട് ദീപാരാധനയ്ക്കു ശേഷം തായമ്പക അരങ്ങേറി. രാത്രി 3 ആനകൾ അണിനിരന്നുള്ള പൂരത്തിനു ശേഷം ഭഗവതിയുടെ തിടമ്പ് താലത്തോടുകൂടി പുറത്തേക്ക് എഴുന്നള്ളി. തുടർന്ന് ഗുരുതി സമർപ്പണം നടന്നു. നിരവധി ഭക്തരാണ് കുംഭഭരണി മഹോത്സവത്തിൽ പങ്കെടുത്തത്. സമസ്ത മേഖലകളിലും ഹിന്ദുധർമ്മം പാലിക്കുന്ന യുവാക്കൾ വളർന്നു വരണമെന്ന് പാലാഴി രാമകൃഷ്ണാശ്രമം മഠാധിപതി ശാന്താനന്ദ സരസ്വതി സ്വാമികൾ. ചേർപ്പ് പഞ്ചായത്ത് ഹിന്ദു ഏകതാ സമ്മേളനം മഹാത്മാ മൈതാനത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സ്വാമികൾ. ഭഗവാൻ ഗീതയിൽ പറഞ്ഞ ഒരു വാക്യം, ഗീതയിലെ ഒരു ശ്ലോകം, എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുദ്ധരഃ തത്ര ശ്രീ വിജയോ ഭൂതിർ ധ്രുവാ നീതിർ മതിർമമ. യോഗേശ്വരനായ കൃഷ്ണൻ എവിടെയുണ്ടോ, ധനുർധരനായ പാർത്ഥൻ എവിടെയുണ്ടോ, തത്ര അവിടെയാണ് ശ്രീ സന്തോഷം, വിജയം, ധ്രുവാനീതി, ഭൂതി, ഐശ്വര്യം, നിത്യമായ നീതി. ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു ധാരണ വരും, കൃഷ്ണനെ പൂജാമുറിയിൽ വെച്ച് പൂജിച്ചാൽ, അല്ലെങ്കിൽ അർജുനനും കൃഷ്ണനുമുള്ള ആ ഒരു ഭാവം പൂജാമുറിയിൽ വെച്ച് പൂജിച്ചാലോ, ക്ഷേത്രങ്ങളിൽ പോയി പുഷ്പാഞ്ജലിയോ മറ്റു പ്രസാദങ്ങളോ ഒക്കെ ചെയ്താൽ, അർച്ചനകളൊക്കെ ചെയ്താൽ, ഈ ശ്രീയും വിജയവും ഐശ്വര്യവും നമുക്ക് താനേ കൈവന്നുകൊള്ളും എന്നൊരു ധാരണ വരും.
സമസ്ത മേഖലകളിലും ഹിന്ദു ധർമ്മപാലകരായ യുവാക്കൾ വളർന്നു വരണം. കുടുംബ മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകി ഹിന്ദുത്വ സംസ്കാരം വരും തലമുറകൾക്ക് പകർന്നു നൽകണം. ഭാരതത്തിലുള്ളവരെല്ലാം ഹിന്ദുക്കളാണെന്ന വിശാലമായ കാഴ്ചപ്പാടാണ് ഹിന്ദുധർമ്മത്തിനുള്ളത്. അറിവും ആചാരങ്ങളും കുടുംബങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഹിന്ദു വോട്ട് ബാങ്ക് എന്ന ചിന്മയാനന്ദ സ്വാമികളുടെ പ്രസ്താവന ഇന്നത്തെ സാഹചര്യത്തിൽ പുനർചിന്ത അർഹിക്കുന്നതാണെന്ന് മുഖ്യപ്രഭാഷണം നിർവഹിച്ച RSS സഹപ്രാന്ത പ്രചാരക് വി അനീഷ് പറഞ്ഞു. എഴുത്തച്ഛന്റെ ജന്മനാട്ടിൽ അദ്ദേഹത്തിന്റെ പ്രതിമ സ്ഥാപിക്കാൻ സാഹചര്യമില്ലാത്ത കേരളത്തിലാണ് നാം ജീവിക്കുന്നതെന്ന ബോധ്യം ഹിന്ദുവിനുണ്ടാകണം. ഹിന്ദു ജീവിത രീതി ഇല്ലാതാകുന്ന പ്രദേശങ്ങൾ ഭാരതത്തിൽ നിന്ന് അകന്നു പോവുകയാണെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് നമ്മൾ ശക്തിപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞു. കലാമണ്ഡലം രാമചാക്യാർ അധ്യക്ഷനായി. സംഘടിക്കണം. നമ്മൾ ജാഗരൂകന്മാരായിരുന്നിട്ടില്ലെങ്കിൽ നമ്മളുടെ കാലിന്റെ അടിയിലെ മണ്ണ് പോകുന്നത് നമ്മൾക്കറിയുകയില്ല എന്നൊരു തിരിച്ചറിവ് നമ്മളുടെ ഓരോ ഹിന്ദുക്കൾക്കും ബോധ്യമായി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് പറയാതെ വയ്യ. ഇങ്ങനെയുള്ള സംരംഭങ്ങൾ നടത്തുന്നു വേണം. പ്രസംഗവശാൽ പറഞ്ഞിട്ട് കാര്യമില്ല. നായാടി മുതൽ നമ്പൂതിരി വരെ എന്നൊക്കെ പറയാന്നല്ലാതെ പ്രാവർത്തികമാവണില്ല. അത് പ്രാവർത്തികമാക്കലാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ധർമ്മം എന്ന് വിശ്വസിക്കുന്നവരിൽ ഒരാളാണ് ഞാൻ. വാക്കല്ല വേണ്ട, പ്രവൃത്തിയാണ്. കാരണം ഇന്ന് ജനസംഖ്യയ്ക്ക് തന്നെയാണ് ഏറ്റവും വലിയ പ്രാധാന്യം, സംശയമില്ല. നമ്മളുടെ അംഗങ്ങൾ, അതായത് ജനസംഖ്യ, ഹൈന്ദവ ജനസംഖ്യ തുലവും കുറഞ്ഞുകൊണ്ടിരിക്കുന്നുവോ എന്നൊരു ഭയം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനുള്ള യുവാക്കളായിട്ടുള്ള ആളുകൾ വളരെയധികം ശ്രദ്ധിക്കണം. എന്നെ പോലുള്ള ആളുകൾ ഇനി ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല. ജനറൽ കൺവീനർ അമ്പാടി രാമചന്ദ്രൻ, ചെയർമാൻ ഡോക്ടർ AR സന്തോഷ്, ക്ഷേത്ര ഭാരവാഹികൾ, വിവിധ ഹൈന്ദവ സംഘടനാ നേതാക്കൾ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. സമ്മേളനത്തിന്റെ ഭാഗമായി യദു S മാരാർ അവതരിപ്പിച്ച സോപാന സംഗീതം, ശ്രീരാം ഭജൻസ് ഗ്രൂപ്പിന്റെ ഭജന, മെഗാ തിരുവാതിരക്കളി എന്നിവയും അരങ്ങേറി. കാറളം ശ്രീ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവം ഭക്തിസാന്ദ്രമായി. ശ്രീ കുമരഞ്ചിറ ഭരണി ആഘോഷ കമ്മിറ്റി വിപുലമായ ചടങ്ങുകളാണ് സംഘടിപ്പിച്ചത്. തിങ്കളാഴ്ച പുലർച്ചെ 3 നിർമ്മാല്യ ദർശനം, ഉഷപൂജ, നവകം, പഞ്ചഗവ്യ അഭിഷേകങ്ങൾ, തുടർന്ന് ഉച്ചപൂജയ്ക്ക് ശേഷം ശ്രീഭൂതബലിയും നടന്നു. രാവിലെ 9 മണിക്ക് പുറത്തേക്ക് എഴുന്നള്ളിപ്പ് നടന്നു. എഴുന്നള്ളിപ്പിന് അകമ്പടി തീർത്ത പെരുവനം സതീശൻ മാരാർ നയിച്ച നടപ്പുര പഞ്ചാരിമേളം നടന്നു. നിരവധി ഭക്തരാണ് ഭഗവതിയുടെ പുറത്തേക്ക് എഴുന്നള്ളിപ്പ് കാണാൻ ക്ഷേത്രത്തിലെത്തിയത്. വൈകിട്ട് 4 നടന്ന കാഴ്ചശീവേലിക്ക് തൃപ്രയാർ രമേശൻ മാരാർ പ്രമാണികത്വം വഹിച്ച പഞ്ചവാദ്യം അകമ്പടിയേകി. പഞ്ചവാദ്യത്തിനു ശേഷം പാണ്ടിമേളം അരങ്ങേറി. വൈകിട്ട് 6:30 ചുറ്റുവിളക്ക്, നിറമാല, ദീപാരാധന എന്നിവയെ തുടർന്ന് ബ്രാഹ്മണിപ്പാട്ട് നടന്നു. വർണ്ണമഴയ്ക്കുശേഷം വൈകിട്ട് 7:30 ദേശക്കാരുടെ ഭരണി കാഴ്ചയും താലിവരവും നടന്നു. തുടർന്ന് കോഴിക്കോട് സൃഷ്ടി കമ്മ്യൂണിക്കേഷൻസ് അവതരിപ്പിച്ച നാടകം നേർക്കുനേർ അരങ്ങേറി. വെങ്ങണിശ്ശേരി ഹരിശ്രീ അങ്കണവാടിയിലെ വയോജന ക്ലബ്ബ് ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു. വയോജന ക്ലബ്ബ് അംഗങ്ങൾക്കായാണ് ഉല്ലാസയാത്ര നടത്തിയത്. കായലോര ബോട്ട് യാത്ര, ആനക്കോട്ട ദർശനം, ചാവക്കാട് ബീച്ച് എന്നിവിടങ്ങളിലായിരുന്നു ഉല്ലാസയാത്ര. വയോജന ക്ലബ്ബ് പ്രസിഡന്റ് ഡേവിസ് അറക്കൽ, സെക്രട്ടറി നാരായണദാസ്, ജോണി തീത്തായി എന്നിവർ ഉല്ലാസയാത്രയ്ക്ക് നേതൃത്വം നൽകി. ശക്തമായ വേനൽ മഴയിൽ ചേറ്റുവ കടവ് സർവീസ് റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷം. ദേശീയപാത 66 ചേർന്നുള്ള സർവീസ് റോഡിലാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടത്.
ഞായറാഴ്ച രാത്രിയിലുണ്ടായ മഴയാണ് പ്രദേശത്ത് വെള്ളക്കെട്ടിന് കാരണമായത്. ശക്തമായ മഴയിൽ ചേറ്റുവ തീരദേശ റോഡിനോട് ചേർന്നുള്ള സർവീസ് റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയായിരുന്നു. രാത്രി നീണ്ടുനിന്ന മഴയിൽ റോഡ് മുഴുവൻ വെള്ളക്കെട്ടിലായി. ഇരുചക്രവാഹന യാത്രികർക്ക് ഇതുവഴിയുള്ള യാത്ര കൂടുതൽ ദുഷ്കരമായി. തിങ്കളാഴ്ച രാവിലെ ചേറ്റുവ കടവ് സർവീസ് റോഡിലൂടെ സാധനങ്ങൾ കയറ്റിവന്ന ഓട്ടോ എഞ്ചിൻ നിലച്ചതിനെ തുടർന്ന് വെള്ളക്കെട്ടിൽ കുടുങ്ങി. ചേറ്റുവ കടവ് സർവീസ് റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് സാമൂഹ്യ പ്രവർത്തകൻ ലത്തീഫ് കെട്ടുമൽ ആവശ്യപ്പെട്ടു. സുമേധ ക്വിസ് ഫെസ്റ്റിവലിന്റെ 5ാമത് എഡിഷൻ കയ്പമംഗലം പഞ്ചായത്ത് തല മത്സരങ്ങൾ സംഘടിപ്പിച്ചു. കയ്പമംഗലം മണ്ഡലത്തിലെ 100ഓളം സ്കൂളുകളിൽ വിജയികളായ വിദ്യാർത്ഥികളാണ് ക്വിസ് ഫെസ്റ്റിവലിൽ പങ്കെടുത്തത്. കയ്പമംഗലം നിയോജകമണ്ഡലത്തിലെ ഉന്നത വിദ്യാഭ്യാസ പദ്ധതിയായ സുമേധയുടെയും കൈറ്റ്സ് ഇന്ത്യയുടെയും ആഭിമുഖ്യത്തിലാണ് ക്വിസ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത്. എടത്തിരുത്തി കയ്പമംഗലം മതിലകം പെരിഞ്ഞനം പഞ്ചായത്ത് തല ക്വിസ് മത്സരങ്ങൾ പെരിഞ്ഞനം ഗവൺമെന്റ് യുപി സ്കൂളിലും, ശ്രീനാരായണപുരം എറിയാട് എടവിലങ്ങ പഞ്ചായത്ത് തല മത്സരങ്ങൾ ശാന്തിപുരം MARM ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും നടന്നു. ET ടൈസൺ MLA പഞ്ചായത്ത് തല ക്വിസ് മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK രാജു, അക്ഷര കൈരളി കയ്പമംഗലം മണ്ഡലം കോർഡിനേറ്റർ TS സജീവൻ, സുമേധ ക്വിസ് ഫെസ്റ്റിവൽ കോർഡിനേറ്ററും കൈറ്റ്സ് ഇന്ത്യ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ അജ്മൽ ചക്കരപ്പാടം എന്നിവർ സംസാരിച്ചു. എടത്തിരുത്തിയിൽ കുട്ടികൾക്കായി കിളിക്കൂട്ടം ദ്വിദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു. എടത്തിരുത്തി സർദാർ ഗ്രാമീണ വായനശാലയും ശാസ്ത്ര സാഹിത്യ പരിഷത്തും സംയുക്തമായാണ് സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചത്. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് അംഗം നീതു സുജേഷ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് യൂണിറ്റ് സെക്രട്ടറി സല്യൂജ വേണു അധ്യക്ഷയായി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KR ഹരി, വായനശാല പ്രസിഡന്റ് PC ബാലൻ എന്നിവർ സംസാരിച്ചു. വിവിധ വിഷയങ്ങളിൽ TS സജീവൻ, അനിൽ പരക്കാട്, ഡോക്ടർ KG രാധാകൃഷ്ണൻ, PB സജീവൻ എന്നിവർ ക്ലാസ് എടുത്തു. പെരിഞ്ഞനം പള്ളിയിൽ ഭഗവതി ക്ഷേത്രാങ്കണത്തിൽ വിസ്മയ കാഴ്ചയായി കളവിച്ചിരാട്ടിൽ ദേവിദാസൻ എന്ന കൃത്രിമാന. 8.5 അടി പൊക്കവും 10 അടി നീളവുമുള്ള കൃത്രിമാനയ്ക്ക് ആരാധകർ ഏറെയാണ്. യഥാർത്ഥ ആനയ്ക്ക് സമാനമായ രൂപമാണ് പെരിഞ്ഞനം പള്ളിയിൽ ഭഗവതി ക്ഷേത്രമുറ്റത്തുള്ള കളിവിച്ചിരാട്ടിൽ ദേവിദാസൻ എന്ന കൃത്രിമ ആനയ്ക്കുള്ളത്. നെറ്റിപ്പട്ടം ചാർത്തി തുമ്പിക്കൈയും ചെവിയുമാട്ടി നിൽക്കുന്ന ഗജവീരന്റെ രൂപം ഏറെ ആകർഷണമാണ്. യഥാർത്ഥ ആനയെ ഭയമുള്ളവർക്ക് പള്ളിയിൽ ഭഗവതി ക്ഷേത്രമുറ്റത്തെ കൃത്രിമ ആന മനം നിറയ്ക്കുന്ന കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. കൃത്രിമമായി നിർമ്മിച്ചതെങ്കിലും തലപ്പൊക്കമുള്ള ഗജവീരന്റെ രൂപം ഇതിനുണ്ട്. പെരിഞ്ഞനം സ്വദേശി കളിവിച്ചിരാട്ടിൽ മധുവാണ് കൃത്രിമ ആനയെ നിർമ്മിച്ചത്. സ്റ്റീൽ, ഫോം ഷീറ്റ്, സ്പോഞ്ച്, റബ്ബർ തുടങ്ങിയവയാണ് കൃത്രിമ ആനയ്ക്കായി ഉപയോഗിച്ചത്. 1 വർഷത്തോളം നീണ്ട കാലയളവിൽ നിർമ്മാണം പൂർത്തിയാക്കി. വെൽഡിംഗും ഇലക്ട്രിക്കൽ പണികളും ഒഴികെയുള്ളതെല്ലാം മധു തന്നെ പൂർത്തിയാക്കി. 4.5 ലക്ഷം രൂപയോളം കൃത്രിമ ആനയുടെ നിർമ്മാണത്തിനായി ചെലവഴിച്ചു. സ്കൂൾ പഠനകാലം മുതൽ ചെറിയ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പ്രതിഭ തെളിയിച്ചയാളാണ് മധു. വിദ്യാർത്ഥികൾക്ക് എക്സിബിഷനും മറ്റുമായി ആവശ്യമായ നിർമ്മിതികൾ ചെയ്തു കൊടുക്കുന്നതും പതിവാണ്. ഫൈബർ ഉപയോഗിച്ചുള്ള ചെറിയ ആനകളെ നിർമ്മിച്ചാണ് മധു വലിയ ആനയുടെ നിർമ്മാണ വിജയം നേടിയത്. 4 ചക്രങ്ങളുള്ള തട്ടിൽ മോട്ടോർ ഘടിപ്പിച്ച ആനയെ എവിടേക്ക് വേണമെങ്കിലും കൊണ്ടുപോകാമെന്നതാണ് പ്രത്യേകത. ഇക്കഴിഞ്ഞ ദിവസം പെരിഞ്ഞനം പള്ളിയിൽ ഭഗവതി ക്ഷേത്രോത്സവത്തിന് തുടക്കം കുറിച്ചുള്ള കൊടിയേറ്റ ചടങ്ങിൽ ദേവിദാസൻ നെറ്റിപ്പട്ടം ചാർത്തി അകമ്പടിയായുണ്ടായിരുന്നു. 7 ദിവസം നീണ്ടുനിൽക്കുന്ന ക്ഷേത്രോത്സവം കഴിയുന്നതുവരെ ദേവിദാസന്റെ സാന്നിധ്യം ക്ഷേത്രമുറ്റത്തുണ്ടാകും. ഉത്സവ ദിനം വരെ കളരിച്ചിരാട്ടിൽ ദേവിദാസൻ എന്ന കൃത്രിമ ആനയ്ക്കൊപ്പം സെൽഫി കാഴ്ചകളും സമൃദ്ധമാകും. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 14,690 രൂപ, പവന് 1,17,520 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. വല്ലച്ചിറ ഭഗവാൻ ഭഗവതി ക്ഷേത്രത്തിൽ കുംഭഭരണി മഹോത്സവം ഭക്തി നിർഭരം. അതിവിപുലമായ ചടങ്ങുകളോടെയാണ് കുംഭഭരണി മഹോത്സവം ആഘോഷിച്ചത്. സമസ്ത മേഖലകളിലും ഹിന്ദുധർമ്മം പാലിക്കുന്ന യുവാക്കൾ വളർന്നു വരണമെന്ന് പാലാഴി രാമകൃഷ്ണാശ്രമം മഠാധിപതി ശാന്താനന്ദ സരസ്വതി സ്വാമികൾ.
കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവം ഭക്തിസാന്ദ്രമായി. ശ്രീ കുമരഞ്ചിറ ഭരണി ആഘോഷ കമ്മിറ്റി വിപുലമായ ചടങ്ങുകളാണ് സംഘടിപ്പിച്ചത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.